1947 ഓഗസ്റ്റ് 15. നീണ്ട വർഷത്തെ പോരാട്ടങ്ങൾക്കൊടുവിൽ ബ്രിട്ടീഷുകാരെ ഈ നാട്ടിൽ നിന്നും ഓടിച്ച് നമ്മൾ സ്വാതന്ത്ര്യം നേടി. ബ്രിട്ടീഷ് പതാക താഴ്ത്തി നമ്മൾ ത്രിവർണ്ണ പതാക ഉയർത്തി. അവരുടെ പല നിയമങ്ങളും ഭരണരീതികളും നമ്മൾ എടുത്തുമാറ്റി. എന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഒരു രാജ്യം ഭരിക്കാൻ ഏറ്റവും പ്രധാനമായി വേണ്ടത് അവിടുത്തെ ക്രിമിനൽ നിയമങ്ങളാണ്. പക്ഷേ സ്വാതന്ത്ര്യം കിട്ടിയിട്ടും ബ്രിട്ടീഷുകാർ 1860 ഉണ്ടാക്കിയ IPC അഥവാ ഇന്ത്യൻ പീനൽ കോഡ് എടുത്തു മാറ്റാൻ ഭാരത സർക്കാർ തയ്യാറായില്ല. 75 വർഷത്തിലധികം നമ്മൾ ആ പഴയ ബ്രിട്ടീഷ് നിയമം തന്നെയാണ് ഇവിടെ നടപ്പിലാക്കിയത്. എന്തുകൊണ്ടാണ് സ്വാതന്ത്ര്യാനന്തരം ജവഹർലാൽ നെഹ്റുവിൻ്റെയും അംബേദ്കറുടെയും നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് IPC മാറ്റാൻ മടിച്ചത്? എന്തായിരുന്നു അതിനു പിന്നിലെ യഥാർത്ഥ ഭരണതന്ത്ര രഹസ്യം? നമുക്കൊന്ന് ഡീകോഡ് ചെയ്യാം. സ്വാതന്ത്ര്യം കിട്ടിയ ആ സമയത്ത് ഇന്ത്യയുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. രാജ്യം വിഭജിക്കപ്പെട്ട് ലക്ഷക്കണക്കിന് ആളുകൾ അഭയാർത്ഥികളായി തെരുവിൽ നിൽക്കുന്നു. വിദ്വേഷവും വർഗീയ കലാപങ്ങളും കാരണം രാജ്യം മുഴുവൻ കത്തുകയാണ്. ക്രമസമാധാനം പൂർണ്ണമായും തകർന്നു കിടക്കുന്ന ഒരവസ്ഥ. അത്തരമൊരു മാരക പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ നിലവിലുള്ള ഒരു നിയമവ്യവസ്ഥ പൂർണ്ണമായി എടുത്തുമാറ്റി പുതിയൊരു നിയമം ഉണ്ടാക്കുക എന്നത് പക്ക അപ്രായോഗികമായിരുന്നു. ജനങ്ങൾക്ക് നിയമത്തോടുള്ള പേടി നഷ്ടപ്പെട്ടാൽ രാജ്യം കൂടുതൽ അരാജകത്വത്തിലേക്ക് പോകുമായിരുന്നു. അതുകൊണ്ട് അന്ന് ഗവൺമെൻറ്റിൻ്റെ ആദ്യത്തെ ലക്ഷ്യം രാജ്യത്തെ ശാന്തമാക്കുക എന്നതായിരുന്നു. അതിന് അന്നത്തെ പോലീസിനും കോടതികൾക്കും കൃത്യമായി അറിയാവുന്ന നിലവിലുണ്ടായിരുന്ന IPC തന്നെ തുടരുകയല്ലാതെ വേറെ വഴിയില്ലായിരുന്നു. രണ്ടാമത്തെ കാരണം IPCയുടെ അതിശയിപ്പിക്കുന്ന നിർമ്മാണ രീതിയാണ്. 1834 രൂപീകരിച്ച ഒന്നാം ലോ കമ്മീഷന്റെ തലവനായ മെക്കാളെ പ്രഭുവാണ് IPC ഡ്രാഫ്റ്റ് ചെയ്തത്. അദ്ദേഹം ഏതാണ്ട് 25 വർഷത്തിലധികം സമയമെടുത്ത് അന്നത്തെ ലോകത്തിലെ എല്ലാ മികച്ച നിയമങ്ങളും പഠിച്ചാണ് IPC ഉണ്ടാക്കിയത്. മനുഷ്യൻ ചെയ്യാൻ സാധ്യതയുള്ള ഏതാണ്ട് എല്ലാ കുറ്റകൃത്യങ്ങളെയും വളരെ കൃത്യമായി അതിൽ നിർവചിച്ചിട്ടുണ്ടായിരുന്നു. മോഷണം, കൊലപാതകം, വഞ്ചന എന്നിവയ്ക്കൊക്കെ കൃത്യമായ സെക്ഷനുകൾ ഉണ്ടായിരുന്നു. അത് ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരെ അടിച്ചമർത്താൻ ഉണ്ടാക്കിയതാണെങ്കിലും അതിൻ്റെ ലീഗൽ സ്ട്രക്ചർ പക്ക പെർഫെക്റ്റ് ആയിരുന്നു. പുതിയൊരു നിയമം പൂജ്യത്തിൽ നിന്ന് എഴുതിയുണ്ടാക്കാൻ വർഷങ്ങൾ എടുക്കുമെന്നതിനാൽ ഈ റെഡിമെയ്ഡ് സംവിധാനം ഉപയോഗിക്കുകയാണ് ബുദ്ധിയെന്ന് അന്നത്തെ ഭരണകർത്താക്കൾ ചിന്തിച്ചു. മൂന്നാമത്തെ കാരണം മുൻഗണനകളുടെ പ്രശ്നമായിരുന്നു. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയുടെ ഏറ്റവും വലിയ ലക്ഷ്യം രാജ്യത്തിന് ഒരു ഭരണഘടന ഉണ്ടാക്കുക എന്നതായിരുന്നു. മൗലിക അവകാശങ്ങളും ജനാധിപത്യ രീതികളും നിശ്ചയിക്കുന്ന ഭരണഘടനാ നിർമ്മാണത്തിന് പിന്നാലെയായിരുന്നു അംബേദ്കറും മറ്റ് നിയമവിദഗ്ധരും. ഭരണഘടന വന്നതോടെ IPCയിലെ ബ്രിട്ടീഷ് താൽപ്പര്യങ്ങളുള്ള പല ഭാഗങ്ങളും സുപ്രീം കോടതി വഴി പിന്നീട് റദ്ദാക്കപ്പെട്ടു. കൂടാതെ കാലത്തിനനുസരിച്ച് IPCയിൽ 100 കണക്കിന് ഭേദഗതികൾ വരുത്താനും നമുക്ക് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ മാറ്റുന്നതിന് പകരം നിലവിലുള്ള IPCയെ ഇന്ത്യൻ വൽക്കരിച്ച് മുന്നോട്ടു പോകാനാണ് നമ്മുടെ ഭരണാധികാരികൾ താൽപ്പര്യപ്പെട്ടത്. എന്നാൽ കഥ അവിടെ തീരുന്നില്ല. ബ്രിട്ടീഷ് അടിമത്തത്തിൻ്റെ ആ കറുത്ത മുദ്ര ഒടുവിൽ ഇന്ത്യ പൂർണ്ണമായി തുടച്ചുമാറ്റി. 2024 ജൂലൈ 1 മുതൽ IPCക്ക് പകരം ഇന്ത്യയുടെ സ്വന്തം ഭാരതീയ ന്യായ സംഹിത ഔദ്യോഗികമായി നിലവിൽ വന്നു. അങ്ങനെ 164 വർഷം പഴക്കമുള്ള ബ്രിട്ടീഷ് നിയമത്തിന് ഇന്ത്യ പുതിയ ചരിത്രമെഴുതി. ബ്രിട്ടീഷ് IPC ഇത്രയും കാലം നമ്മൾ പിന്തുടർന്നതിൻ്റെ ഈ അണ്ടർഗ്രൗണ്ട് രാഷ്ട്രീയ ചരിത്രം നിങ്ങൾക്ക് പുതിയൊരറിവാണോ? പുതിയ ഭാരതീയ ന്യായ സംഹിതയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? താഴെ കമൻറ്റ് ചെയ്യൂ. ഇതുപോലെയുള്ള ഇന്ത്യൻ നിയമചരിത്രങ്ങളും രാഷ്ട്രീയ രഹസ്യങ്ങളും ഒട്ടും ലാഗ് ഇല്ലാതെ ഡീകോഡ് ചെയ്യാൻ ഡീകോഡ് വേൾഡ് ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യൂ.